എല്ലാ എസ്റ്റേറ്റുകളിൽ കൂടിയും കയറി ഇറങ്ങിയിട്ടുള്ള ഒരു 3 ദിവസത്തെ പരിപാടിയായിരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൂന്നാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറമേ കാണുന്നതൊന്നുമല്ല. പക്ഷേ ഒരു സഞ്ചാരി പോയിരിക്കണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ പോയിരിക്കണമെന്ന് മസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള 3 സ്ഥലങ്ങളൊന്നും കരടി ഇറങ്ങുന്ന, അതായത് പകലും കരടി ഇറങ്ങി മനുഷ്യരെ ഉപദ്രവിക്കുന്ന വഴി കടന്ന് വേണം അവർക്ക് ടൗണിലേക്ക് പോകാൻ. എഴുത്തുകാരൊക്കെ പറയുന്ന പോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതമൊക്കെ നമുക്ക് ഒരു കെട്ടുകഥ മാത്രം. അയ്യോ അവിടെ കാട്ടാന ആക്രമണം ഉണ്ടായി, ഇവിടെ വന്യജീവി ആക്രമണം, അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും അറിയുന്നില്ല പലരും. മുൻവിധി പൊളിച്ച് മാറ്റേണ്ട സാധനമാണ് എന്ന് എനിക്ക് തോന്നിയത്, സ്വയം തോന്നിപ്പിച്ചതും ഇതുപോലെ യാത്രയാണ്. 1000 വർഷം മുമ്പ് തന്നെ മൂന്നാറിൽ കൂടി ഒരു വലിയ വാണിജ്യപാത ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ഹായ്, എൻ്റെ പേര് അമൽ. ഞാൻ ജേർണലിസ്റ്റാണ്, നാട്ടിടുക്കിയാണ്. ഇതെൻ്റെ ഭാര്യ സരിത. ഞങ്ങൾ യാത്രകളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പരമാവധി നമ്മളുടെ ജീവിതത്തിൻ്റെ തിരക്കുകളും സമയക്കുറവും പരിമിതികളൊക്കെ ഉള്ളപ്പോൾ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് കൂടുതൽ സ്ഥലങ്ങൾ കാണാനും കാഴ്ചകൾ കാണാനൊക്കെ താല്പര്യമുള്ള 2 ആളുകളാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിവിടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതും. നമുക്ക് ഒരു യാത്ര തുടങ്ങാൻ എളുപ്പമാണ്. 1-2 യാത്രകൾ ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കുന്നവരുണ്ട്, തുടർന്ന് യാത്രകൾ പോകുന്നവരുണ്ട്. അപ്പം തുടർച്ചയായിട്ട് പുതിയ സ്ഥലങ്ങൾ കാണണം എന്ന് ആഗ്രഹം തോന്നുക, തുടർച്ചയായിട്ട് യാത്ര പോവുക, അതിന് നമുക്ക് ഒരു മോട്ടിവേഷൻ വേണം. അപ്പോൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ തുടക്കം മുതലേ പ്രേരിപ്പിച്ച ആ ഒരു ഘടകം എന്തായിരുന്നു? എനിക്കിപ്പോൾ നമ്മൾ ഒരു പുതിയ സ്ഥലത്ത് പോകണം, പുതിയ കാഴ്ച കാണണം, അതിനപ്പുറത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, പുതിയ യാത്രകൾ നടത്തണം എന്നൊക്കെ അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുള്ള ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ മൂന്നാറിനെ കുറിച്ച് അറിഞ്ഞപ്പോഴും മൂന്നാർ പോയപ്പോഴും അതിൻ്റെ ഒരു തുടക്കം മൂന്നാറാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഹൈറേഞ്ചുകാരനാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് രാവിലെ എണീറ്റ് പുറത്തേക്ക് വരുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വീടിരിക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് അപ്പുറത്തും ഒരു വലിയ കുന്ന, അതിനപ്പുറത്ത് വേറൊരു കുന്ന്, മുന്നിലും പിന്നിലും 2 വശത്തും എല്ലായിടത്തും കുന്നുകളാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ കുഞ്ഞുനാളിലൊക്കെ ഈ കുന്നുകൾക്കൊക്കെ അപ്പുറത്ത് ഏറ്റവും അറ്റത്തായിട്ട് നമ്മൾ ഈ കാണുന്ന കുന്നുകളെക്കാളൊക്കെ ഇരട്ടി വലുപ്പമുള്ള അതിന് 2 ശിഖരങ്ങളുള്ള ഒരു വലിയ കൊടുമുടി പോലുള്ള ഒരു വലിയ മലയുണ്ട്. അപ്പോൾ എൻ്റെ അന്നത്തെ കുഞ്ഞു മനസ്സിലെന്ന് പറയുമ്പം ഈ വലിയ മല കാണുമ്പം ഈ ലോകം ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അതിനപ്പുറത്തേക്കില്ല, ഈ ലോകത്തിൻ്റെ അതിർത്തി ഇതാണെന്നുള്ളതാണ്. കാരണം നമ്മുടെ കാഴ്ചയെ മറയ്ക്കുന്ന ഒരു സ്ഥലമാണത്, അത്രയും ഉയരത്തിൽ നിൽക്കുക. അപ്പോൾ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോഴാണ് മമ്മിയും പപ്പയൊക്കെ പറയുന്നത് അതിൻ്റെ പേര് ചൊക്രമുടി എന്നാണ്. ഈ ചൊക്രമുടി വലിയ ഏറ്റവും ഉയരം കൂടിയ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കൊടുമുടികളിലൊന്നാണ്. അതിൻ്റെ താഴ്വരയിലാണ് നമ്മുടെ മമ്മിയുടെ ചേച്ചി താമസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന് കുറച്ചുകൂടെ നമ്മൾ വലുതായപ്പോഴാണ് ഈ ചൊക്രമുടിക്ക് അപ്പുറത്താണ് മൂന്നാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് ഞാൻ ആദ്യം കേൾക്കുന്നത്. മൂന്നാർ എന്ന് പറയുന്ന സ്ഥലം ഈ ചൊക്രമുറിയുടെ അപ്പുറത്താണ്. അപ്പം ഞാനും നമ്മുടെ വീടിരിക്കുന്ന സ്ഥലവും ഈ മൂന്നാർ എന്ന് പറയുന്ന നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തിനും ഇടയിൽ ഇതിനെ മറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചൊക്രമുടി. അപ്പോൾ ഇതിനപ്പുറത്ത് എന്തായിരിക്കും മറഞ്ഞിരിക്കുക, നമ്മുടെ കാഴ്ചയെ മറയ്ക്കാണല്ലോ. അപ്പോൾ എന്തായിരിക്കും ഈ മൂന്നാർ എന്നുള്ളൊരു കൗതുകം നമ്മുടെ മനസ്സിൽ കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിലേക്കൊക്കെ വീട്ടിൽ നിന്ന് പപ്പയൊക്കെ എന്നെ കൊണ്ടുപോകുമ്പം നേരെ പോകാനൊരു വഴിയുണ്ട്. ആ വഴി പോവാതെ കുറച്ച് ചുറ്റിക്കറങ്ങി മൂന്നാർ വഴിയാണ് പോവുക. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ മൂന്നാർ എന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് എന്നെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള സൗകര്യമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ മൂന്നാറാണ്. അങ്ങനെ അവരങ്ങനെ കൊണ്ടുപോയി. അങ്ങനെയാണ് ആദ്യമായിട്ട് മൂന്നാർ ഞാൻ കാണുന്നത്. കുറേ തേയിലത്തോട്ടങ്ങൾ, അതിന് നടുവിലൂടെയുള്ള യാത്ര, അവിടുത്തെ വീട്ടിലേക്കുള്ള വഴി, അങ്ങനെ നമുക്ക് ഈ സ്ഥലം, ഇങ്ങനെയൊരു ഭൂമിക നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷേ അതിനും അപ്പുറത്തേക്ക് മൂന്നാർ ഒരു നമ്മൾ ഈ കാണുന്ന, അല്ലെ നമ്മൾ പുറമേ നമ്മൾ ഈ അതിൻ്റെ പ്രധാന വഴികളിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോഴോ കാണുന്ന മൂന്നാറല്ല യഥാർത്ഥ മൂന്നാറെന്ന് നമുക്ക് മനസ്സിലായത് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞിട്ട്. അതായത് ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് കുറേ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് മൂന്നാറിൽ ഒരു ജാഥ നടക്കുകയാണ്. അപ്പോൾ ആ ജാഥയിൽ പങ്കെടുത്ത അതിൻ്റെ ക്യാപ്റ്റൻ ഞാനാണ്. അപ്പോൾ ഈ ജാഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു പ്രചരണ ജാഥയാണ്, വാഹന ജാഥയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മൂന്നാർ ചെന്നു, അവിടുത്തെ ആളുകൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഓരോ സ്വീകരണ പോയിന്റുകളൊക്കെ ഇങ്ങനെ കാണിച്ചു തരിക. അപ്പോൾ ശരിക്കും നമുക്ക് മൂന്നാറിൽ അറിയാവുന്ന സ്ഥലങ്ങൾ അന്ന് മൂന്നാർ, മാട്ടുപ്പെട്ടി, ദേവികുളം, പള്ളിവാസൽ എന്ന് പറയുന്ന ചെറിയ ചെറിയ കവലകൾ, ജംഗ്ഷനുകൾ, ടൗണുകളൊക്കെയാണല്ലോ. അപ്പോൾ ഈ ജാഥ പോകുന്നത് അതിലൊന്നുമല്ല. മൂന്നാർ ടൗണിൽ നിന്ന് കുറച്ചങ്ങ് മാറി തൊട്ടടുത്തിട്ടുള്ള ഒരു സ്ഥലം, അപ്പോൾ നല്ല തണ്ണി അല്ലെങ്കിൽ സൈലൻറ്റ് വാലി, ഗൂഡാറുള്ള എന്നൊക്കെ പറയുന്ന മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്കുള്ളിലേക്കാണ് യാത്ര പോകുന്നത്, മെയിൻ റോഡ് വിട്ടിട്ട്. അപ്പോൾ അതുവരെ കണ്ട കാഴ്ചകളൊന്നുമല്ല പിന്നെ നമ്മൾ കാണുന്നത്. ഈ തേയിലത്തോട്ടങ്ങൾക്കുള്ളിൽ കൂടി നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ 2 വശത്തും ഈ പച്ച പുൽത്തകിടികൾ, അതിലേ പോകുമ്പോൾ ഈ തകിടിയിൽ പലയിടത്തും കാട്ടുപോത്തുകൾ മേയുന്നത് കണ്ടിട്ടുണ്ട്. വെള്ളച്ചാട്ടങ്ങൾ, അരുവികൾ, അതായത് ഈ നമ്മൾ ഈ പച്ച പുൽത്തകിടികളുടെ നടുവിൽ കൂടി ഉരുളം കല്ലുകൾ ഇങ്ങനെ കിടക്കുന്ന, അതിൽ വെള്ളം ഒഴുകി വരുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഒരിക്കലും അതിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മനോഹരമാണ്. അപ്പോൾ അങ്ങനെയുള്ള
സ്ഥലങ്ങളിൽ കൂടി പോയി നമ്മൾ അവരുടെ തൊഴിലാളി ലയങ്ങളിലെത്തുന്നു, അവിടെ സംസാരിക്കുന്നു. വീണ്ടും ഒരു സ്വീകരണ കേന്ദ്രം എന്ന് പറയുന്നത് ഇതിലും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ മൂന്നാറിലെ എല്ലാ ലയങ്ങളിൽ കൂടിയും എല്ലാ എസ്റ്റേറ്റുകളിൽ കൂടിയും കയറി ഇറങ്ങിയിട്ടുള്ള ഒരു 3 ദിവസത്തെ പരിപാടിയായിരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൂന്നാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറമേ കാണുന്നതൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് നമ്മൾ കാഴ്ചയും അനുഭൂതിയും ഇത് മൂന്നാണല്ലോ. കാഴ്ച നമ്മളെ പെട്ടെന്ന് കാണും, നമ്മൾ ഇഷ്ടപ്പെടുന്നു. അതൊരു അനുഭവമായി മാറുന്നത് ആ കാഴ്ചയുടെ സൗന്ദര്യം കുറച്ചുകൂടെ കൂടുമ്പോഴാണ്, നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് നമ്മളെ ടച്ച് ചെയ്യുമ്പോഴാണ്. അതിൻ്റെ മുകളിലാണ് അനുഭൂതി. അപ്പോൾ നമ്മളെ മൂന്നാർ ഒരു അനുഭൂതിയായി മാറുന്നത് ശരിക്കും ഈ യാത്രയിൽ കൂടിയാണ്. അങ്ങനെയാണ് ശരിക്കും മൂന്നാറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയെടുക്കുന്നത്. അതെ, നമ്മളിപ്പോൾ ആരാദ്യം കണ്ടാലും മൂന്നാറിൽ പോകാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതാ, ഇപ്പോൾ കൊളീഗ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും. നമ്മൾ ഹൈ റേഞ്ചിൽ നിന്ന് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, പോയാൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്. അപ്പം ഒരു ടൂറിസ്റ്റും ഒരു യാത്രികനും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു യാത്രികൻ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് മൂന്നാറിലെന്ന് ചോദിച്ചാൽ ഒരു ഹൈ റേഞ്ചുകാരൻ എന്നുള്ള രീതിയിൽ ഏതൊക്കെ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കും? ഇപ്പോൾ കുറേ സ്ഥലം പറഞ്ഞു, എന്നാലും സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ സ്ഥലങ്ങൾ പറഞ്ഞു? അതിൽ പറഞ്ഞൊരു പോയിന്റ് ഇതാണ്, നമ്മൾ ടൂറിസ്റ്റിനും പോവാം, അല്ലാത്തൊരു സഞ്ചാരിക്കും. ടൂറിസ്റ്റിന് സ്വാഭാവികമായിട്ടും മാട്ടുപ്പെട്ടിയുണ്ട്, അവിടെ പോയി ബോട്ടിൽ കയറാം, അല്ലെങ്കിൽ കൂടിപ്പോയ വട്ടവട പോവാം, പച്ചക്കറി തോട്ടങ്ങൾ കാണാം. അങ്ങനെ ഒരു പരിധി വിട്ട് അവരങ്ങനെ പോവാറില്ല. പക്ഷെ ഒരു സഞ്ചാരി പോയിരിക്കണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ പോയിരിക്കണമെന്ന് മസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള 3 സ്ഥലങ്ങളൊന്ന് മനില എസ്റ്റേറ്റ്, 2 സൈലന്റ് വാലി, മൂന്നാമത്തേത് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഓൾഡ് ദേവികുളം. ഇതൊരു സർക്യൂട്ട് പോലെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ അതിലൊരു പ്രശ്നം, ഈ സ്ഥലത്ത് എല്ലായിടത്തേക്കും ഈ കമ്പനി പെർമിഷൻ ഇല്ല. മൂന്നാർ കണ്ണൻദേവൻ മലനിരകൾ ഈ പറഞ്ഞതുപോലെ ടാറ്റയുടെ കൈവശമാണ്, അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം, അങ്ങനെ ഒരു അനുമതി എല്ലായിടത്തും കിട്ടില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മനില എസ്റ്റേറ്റ് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതായത് നമ്മൾ മൂന്നാറിൽ നിന്ന് ദേവികുളം എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. ദേവികുളത്ത് വന്നു നിന്നാൽ അവിടെ നിന്ന് ആ ടൗണിൽ നിന്ന് തന്നെ ഇടത്തേക്ക് തിരിഞ്ഞൊരു 3-4 കിലോമീറ്റർ പോകുമ്പം ഈ മനില എസ്റ്റേറ്റ് എത്തും. അത് ലോക്ക്ഹാർട്ട് എന്ന് പറയുന്നിട്ടുള്ള ഒരു വലിയ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ മനില. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകം ഞാൻ മനസ്സിലാക്കിയത്, നമ്മളിങ്ങനെ ചെന്ന് നിൽക്കുന്നത് ഒരു തേയിലത്തോട്ടത്തിന് നടുവിലേക്ക്, അവിടെ ഒരു റോഡുണ്ട് മുന്നിലേക്ക് കിടക്കുന്നത്. ആ റോഡ് ഇങ്ങനെ പോകുന്ന കാഴ്ച നമ്മളിങ്ങനെ കണ്ടു നിന്നാൽ നമ്മൾ ഈ സ്വർഗത്തിലേക്ക് തുറക്കുന്ന വാതിൽ എന്നൊക്കെ പറയുന്ന പോലെ, സാഹിത്യകാരന്മാർ എഴുതുന്ന പോലെ, അങ്ങനെ സ്വർഗത്തിലേക്ക് എന്ന പോലെ ഈ റോഡ് ഇങ്ങനെ മുകളിലേക്ക് കിടക്കുക. അതിൽ നോക്കിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഈ തേയിലത്തോട്ടങ്ങൾ നടുവിൽ കൂടി ഒരു കാറിന് മാത്രം പോകാൻ പറ്റുന്ന വീതിയുള്ള ഒരു റോഡാണ്. ഇതിങ്ങനെ മുന്നോട്ട് കിടക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ 2 മല. നമ്മൾ ഈ ചക്രമുടിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ചക്രമുടിയുടെ എതിർവശം ഇവിടെ. അപ്പം ഈ വഴി പോയി അവസാനിക്കുന്നത് ഈ മഞ്ഞിൻ്റെ ഇടയിലേക്കാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് നടന്നു ചെന്ന് കഴിയുമ്പോൾ അതിന് താഴെ തേയിലത്തോട്ടങ്ങൾ, അപ്പുറത്ത് ചെല്ലുമ്പോൾ ഈ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ. അപ്പോൾ ഇവരുടെ ലയങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. ആ ലയങ്ങൾ പരിമിതികളുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു കാൽപ്പനികമായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. ഈ നീളൻ ലയങ്ങളാണ്. അപ്പോൾ അതിൽ ആ ലയങ്ങളോട് ചേർന്ന് തന്നെ എപ്പോഴും ഒരു കോവിൽ, ഇവർ താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു കോവിലുണ്ടാവും. ഈ തമിഴ്നാട് ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, ദ്രവീഡിയൻ ആർക്കിടെക്ചറാണ്. അതിങ്ങനെ പല വർണ്ണങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനത്തെ ക്ഷേത്രങ്ങൾ, ഒരു പള്ളി ഉണ്ടാവും, ഒരു ക്യാൻറ്റീൻ ഉണ്ടാവും, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാവും. ഇതെല്ലാം നിൽക്കുന്നത് വലിയൊരു പുൽത്തകിടിക്ക് നടുവിലായിരിക്കും ഈ ലയം നിൽക്കുന്നത്. അപ്പോൾ അവിടെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും. പിന്നെ അവിടെ ഏറ്റവും നല്ലൊരു കാഴ്ച എന്ന് പറയുന്നത്, ഏറ്റവും നല്ല അനുഭവം എന്ന് പറയുന്നത് അവരുടെ ക്യാൻറ്റീനാണ്. അപ്പോൾ ഈ ക്യാൻറ്റീനിൽ രാവിലെയും വൈകിട്ടൊക്കെയാണ് ചെല്ലുന്നെങ്കിൽ എപ്പോഴും നല്ല മുരിഞ്ഞ ഉഴുന്നുവട അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതും ആ മൂന്നാറിൻ്റെ തണുപ്പിലിരുന്നു കൊണ്ട് ഒരു ചായയും ഈ മുരിഞ്ഞ ഉഴുന്നുവടയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ശരിക്കും അതാണ് ഈ യാത്രകളിൽ കൂടി മൂന്നാറിൽ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന യഥാർത്ഥ മൂന്നാറിൻ്റെ സൗന്ദര്യം അത്തരം ലയങ്ങളിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതാണ് ഒന്ന് മനില എസ്റ്റേറ്റ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സ്ഥലമാണ് ഈ മനില. അവിടെ നിന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് കയറി പോകുമ്പോഴാണ് ഈ ഓൾഡ് ദേവികുളം എന്ന് പറയുന്ന സ്ഥലം എത്തുന്നത്. അവിടെ പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ എങ്ങനെയെങ്കിലും കമ്പനിയിൽ നിന്ന് ആ പെർമിഷൻ എടുത്ത് നമ്മൾ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ ഒരിക്കൽ പോകുമ്പോൾ നമ്മളുടെ റോഡ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഒരു വശത്ത് പുൽമേടാണ്, ഒരു വശത്ത് തേയിലത്തോട്ടങ്ങൾ. അപ്പോൾ ഈ പുൽമേടിൽ എൻ്റെ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു തടാകം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ തടാകരയിലൊക്കെ ഈ കാട്ടുപോത്തുകൾ മേഞ്ഞിടന്നുകൊണ്ടിരിക്കുക. ഇപ്പുറത്ത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്നു. ഒരു ഈ റോഡിൻ്റെ ഒരു തടാകത്തിൻ്റെ അക്കരെ കാട്ടുപോത്തുകൾ, ഇപ്പുറത്ത് മനുഷ്യർ. അവരുടെ 2 പേരുടെയും ജീവിതം സുഗമമായിട്ട് ഒരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നു. അവിടെ ഒരു ലേക്കുണ്ട്. ആ ലേക്ക് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും നമ്മൾ അവിടെ പോകാൻ ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ഇപ്പോൾ കുറേ ആളുകൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, റീലുകളിലൊക്കെ നമുക്ക് കാണാം. കാരണം നമ്മുടെ മീശപ്പുലിമലയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ സൈലന്റ് വാലി എസ്റ്റേറ്റ് ഉള്ളത്. സൈലന്റ് വാലി നമ്മൾ ഈ ഒരു വലിയ മൂന്നാറിൻ്റെ കുന്നുകൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഒരു താഴ്വരയിലാണ് ഈ സൈലന്റ് വാലി ഗ്രാമം എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ഒരു മൈതാനമാണ്. പച്ച നിറത്തിൽ ഇങ്ങനെ
വിശാലമായി കിടക്കുന്ന ഒരു മൈതാനം, ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അതിനോട് ചേർന്നിട്ടൊരു യുക്കാലിത്തോട്ടമുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടി, ഇതിൻ്റെ ഒരു വശത്തുകൂടി ഒരു പുഴ ഇങ്ങനെ ഒഴുകുക. ഈ പച്ചപ്പുൽ തകിടിക്കും ഈ പച്ച മൈതാനത്തിന് നടുവിൽ കൂടി ഈ ഉരുളൻ കല്ലുകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു പുഴയാണ്. വലിയ വീതിയില്ലാത്ത, പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളം എപ്പോഴും ഇതിങ്ങനെ ഒഴുകി സ്വച്ഛന്തമായിട്ട് ഒഴുകുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അരുവി, അവിടെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. അതിന് മുന്നിലുണ്ടൊരു ക്യാൻറ്റീൻ. അപ്പോൾ അവിടെയൊക്കെ പോയി നിൽക്കുക, ഈ കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് കാണാം ഈ പുൽത്തകിടിക്ക് മുകളിലായിട്ട് അല്പം നീല നിറത്തില ഈ മലഞ്ചെരുവുകൾ കാണാം. അതിൻ്റെ മുകളിൽ ആകാശം. അപ്പോൾ മിക്കവാറും ഈ കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. ഈ കോടമഞ്ഞ് വന്ന് ഈ മലകളിൽ കൂടി മൂടി ഇറങ്ങി ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടി പോകുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഒരാൾ കണ്ടിരിക്കണമെന്ന് മൂന്നാറിൽ തോന്നിയിട്ടുള്ള സ്ഥലങ്ങൾ ഈ 3 എസ്റ്റേറ്റുകളാണ്. ഇപ്പൊ പറഞ്ഞ പോലെ സൈലന്റ് വാലിയിൽ മഞ്ഞ് മൂടി കിടക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കുന്ന ഒരു അടിപൊളി ഒരു അനുഭവമാണ്, ഒരു വൈബാണ്. അത് ഞാൻ എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആദ്യമായിട്ട് ഫുട്ബോൾ ഞാൻ കളിച്ചത് സൈലന്റ് വാലി പോയപ്പോഴും അവിടുത്തെ കുട്ടികളുടെ കൂടെ. അത് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു അനുഭവം കൂടി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാധനം ഇപ്പൊ കാഴ്ച കാണാൻ നമ്മൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കും ഈ കാഴ്ചകൾ മാത്രമല്ല, പലപ്പോഴും യാത്രകൾ അനുഭവങ്ങൾ കൂടിയാണ് സമ്മാനിക്കുന്നത്. ഇപ്പം നമ്മൾ വായിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വായന നമ്മളെ കുറച്ചുകൂടി വലിയ ലോകം നമുക്ക് ഉണ്ടാക്കി തരും. നമ്മുടെ ലോകം കുറച്ചുകൂടെ വലുതാവുന്നത് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. ശരിക്കും യാത്രയും അങ്ങനെ തന്നെയാണെന്നാണ് പൊതുവിൽ അങ്ങനെ സഞ്ചരിക്കുന്നവർ പറയാറ്. അപ്പം നമുക്കങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുള്ള, നമ്മൾക്ക് ഇതൊരു അനുഭവമാണല്ലോ, നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഓർക്കാൻ പറ്റുന്ന എന്താ ഉള്ളത്? തീർച്ചയായിട്ടും അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങളുണ്ട്. അത് എനിക്ക് ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഊട്ടിയിൽ പോയപ്പോൾ നമ്മൾ തൊട കമ്മ്യൂണിറ്റി സെറ്റിൽമെന്റ് കണ്ടിട്ട് തിരിച്ച് ടൗണിലേക്ക് പോകുന്ന ആ ഒരു യാത്രയിൽ ഒരു ചേച്ചി മുകളിൽ ലിഫ്റ്റ് ചോദിച്ചത് ഓർമ്മയുണ്ട്. അപ്പം ആ ചേച്ചി ലിഫ്റ്റ് ചോദിക്കുന്നത് എന്താന്ന് പറയുന്നത്, ഒരു മോളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കയറി ഇരുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ലിഫ്റ്റ് ചോദിക്കുന്നു, കയറുന്നു, അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു റിയലൈസേഷൻ ആയിരുന്നു. അതായത് നമ്മൾ വാർത്തയിലൊക്കെ പല പല കാര്യങ്ങളൊക്കെ വായിക്കും. അപ്പം അത് ദൂരെ എവിടെയോ നടക്കുന്നു, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, നമ്മളൊരു ഫാക്റ്റ് എന്നുള്ള രീതി വായിച്ചു വിടുന്നു. അതിനപ്പുറത്തേക്ക് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മനുഷ്യരെ കുറിച്ച് നമ്മൾ അടുത്തറിയുമ്പോഴാണ് നമുക്കത് കുറച്ചുകൂടി ടച്ചിങ് ആവുന്നത്. അപ്പോൾ ആ ചേച്ചി എന്ന് പറഞ്ഞത് ഓർക്കുന്നു. കാരണം കരടി ഇറങ്ങുന്ന, അതായത് പകലും കരടി ഇറങ്ങി മനുഷ്യരെ ഉപദ്രവിക്കുന്ന വഴി കടന്ന് വേണം അവർക്ക് ടൗണിലേക്ക് പോകാൻ. അവർക്ക് അവിടെ ബസ്സില്ല, ആകെ 1-2 ബസ്സേ ഉള്ളൂ. അപ്പോൾ ഏക മാർഗം എന്ന് പറയുന്നത് ആ വഴിയിൽ വരുന്ന വണ്ടികൾക്ക് കൈ കാണിക്കുക, ലിഫ്റ്റ് ചോദിച്ച് പോകുക എന്നുള്ളത്. നമ്മൾ വേറൊരു രജിസ്ട്രേഷൻ ഒരു കാറിൽ ചെല്ലുന്നു, അപരിചിതരായ മനുഷ്യർ, പക്ഷെ ഒരു പേടിയില്ലാതെ അവർ ലിഫ്റ്റ് ചോദിക്കുന്നു, കയറുന്നു. അതവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യമാണ്. അവർ വളരെ സന്തോഷത്തോടെ നമ്മുടെ അടുത്ത് നന്ദി പറഞ്ഞു പോയ സമയത്ത് എനിക്കുണ്ടായത് ആ ഒരു റിയലൈസേഷനാണ്. കാരണം ഈ എഴുത്തുകാരൊക്കെ പറയുന്ന പോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതമൊക്കെ നമുക്ക് ഒരു കെട്ടുകഥ മാത്രം. അയ്യോ അവിടെ കാട്ടാന ആക്രമണം ഉണ്ടായി, ഇവിടെ വന്യജീവി ആക്രമണം, അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും അറിയുന്നില്ല പലരും. അപ്പോൾ നമ്മൾ ഒരു പ്രിവിലേജ്ഡ് പൊസിഷനിലാണ് പല മനുഷ്യരും നഗരങ്ങളിൽ ജീവിക്കുന്നത്. പക്ഷെ അവിടുത്തെ മനുഷ്യരുടെ ജീവിതം അത് നമ്മൾ അടുത്തറിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഇൻറ്റൻസിറ്റിയോടെ കിട്ടുന്നത്. അതുകൊണ്ട് ആ ചേച്ചിയുടെയും ആ മോളുടെയും മുഖം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. കാരണം ഒന്ന് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. ജീവൻ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതെനിക്ക് ശരിക്കും മനസ്സിലായത് ആ ഒരു യാത്രയിലൂടെയാണ്. അങ്ങനെ കുറേ അനുഭവങ്ങൾ നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലെ കുറേ കാര്യങ്ങൾ നമ്മൾ പൊളിച്ചെഴുതുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കുറച്ചും കൂടി ഒന്ന് വലുതാവുന്നത്. എല്ലാവർക്കും മുൻവിധികളുണ്ട്. നമ്മൾ കേട്ടും പറഞ്ഞും ഒക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എല്ലാത്തിനോടും ഒരു മുൻവിധിയുണ്ട്. എനിക്കും പല കാര്യങ്ങളും നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ആ കാര്യത്തിൽ എനിക്ക് ആ മുൻവിധി പൊളിച്ച് മാറ്റേണ്ട സാധനമാണ് എന്ന് എനിക്ക് തോന്നിയത്, സ്വയം തോന്നിപ്പിച്ചതും ഇതുപോലെ യാത്രയാണ്. ഈ നീലഗിരി കുന്നുകളിൽ ആദ്യം താമസിച്ചിരുന്ന ഗോത്രവർഗ വിഭാഗത്തിൻ്റെ നമ്മൾ കമ്മ്യൂണിറ്റി, തോട കമ്മ്യൂണിറ്റിയുടെ സെറ്റിൽമെൻറ്റ് കാണാൻ പോയ സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീകോൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ ചെല്ലുന്നു, അവരുടെ പുരാതനമായിട്ടുള്ള വള്ളികളും മുളകളും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു ക്ഷേത്രം, തൊട്ടടുത്ത് തന്നെ അവർ താമസിക്കുന്ന പഴയകാല വീട്. ഇപ്പോഴും അവർ ആ ഗോത്രവിഭാഗത്തിൽപ്പെട്ടവർ അവിടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ കഴിഞ്ഞു പോകുന്നു. അപ്പം അവരുടെ ഒരു വിചിത്രമായ ആചാരം നമ്മൾ കുറേ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ ആ വീട്ടിലുള്ള ബാക്കി സഹോദരന്മാരുണ്ടെങ്കിൽ അവരുടെയും കൂടി ഭാര്യയായിട്ട് ഈ സ്ത്രീക്ക് ജീവിക്കേണ്ടി വരുന്നു. എത്ര അപരിഷ്കൃതമായിട്ടുള്ള ഒരു ആചാരമാണ്. അപ്പം ഇതൊക്കെ വായിക്കുമ്പോൾ ഇവരങ്ങനെ ആയിരിക്കും ഇപ്പോഴും, അല്ലെങ്കിൽ പഴയ പുരാതനമായിട്ട് ഉള്ള ഒരു ആചാരം, അപരിഷ്കൃതരായിരിക്കും മനുഷ്യരെന്നൊക്കെയുള്ള ഒരു ചിന്ത നമുക്ക് വായിക്കുമ്പം വരും. പക്ഷേ ഇതൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് അടുത്ത സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ ചെന്ന സമയത്ത് ആ കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നല്ലോ. അപ്പോൾ
ഇവരോട് എന്തെങ്കിലും തമിഴിൽ സംസാരിക്കണമെന്ന് അടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നിട്ട് ഒരു ചെറിയ പെൺകുട്ടി പറയാണ് റിമൂവ് യുവർ ചപ്പൽസ് ആൻഡ് യു ക്യാൻ ഗോ. അപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഒരു ചെറിയൊരാൾ താഴേന്നൊരു ശബ്ദം വരുന്നു. അപ്പം പിന്നെ കുറച്ചൊന്ന് ഇണങ്ങി കഴിഞ്ഞപ്പോൾ ഇത് സംസാരിക്കാൻ തുടങ്ങി. എത്ര അടിപൊളിയായിട്ട് ഇംഗ്ലീഷിലാണ് അത് സംസാരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യം മനുഷ്യരെ എത്ര റിഫൈൻഡ് ആക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അറിയാത്ത ആളുകളെ കണ്ടാൽ നമ്മളൊന്നും സംസാരിക്കുക പോലില്ല. പക്ഷേ ഈ കുട്ടി ഭയങ്കര മനോഹരമായിട്ട് അവർക്ക് മനസ്സിലായി അത് അവരുടെ നാട്ടിലുള്ള ആളല്ല. അപ്പോൾ ഇംഗ്ലീഷാണ് കോമൺ ലാംഗ്വേജ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മളുടെ അടുത്ത് പറയുന്നു അങ്ങോട്ട് പോകണമെങ്കിൽ ചെരുപ്പൂരിയിട്ട് പോകണം, ഒരു പേടിയില്ലാതെ. അപ്പോൾ എത്രമാത്രം സമൂഹം മാറുന്നുണ്ട്. അല്ലെങ്കിൽ ആ സെറ്റിൽമെൻറ്റിൽ, അതായത് തോടാ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ട ആളുകൾ എങ്ങനെയാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അല്ലെങ്കിൽ ഉന്നതികളിലേക്ക് വിടണം എന്നുള്ളൊരു ചിന്ത ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പോലും ഉണ്ടായി. അപ്പം നമ്മളൊന്നിനെ മുൻവിധിയോടെ സമീപിക്കരുത്. കാരണം പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല, മനുഷ്യർ കുറേ റിഫൈൻഡ് ആവുന്നുണ്ട്, മാറുന്നുണ്ട്. അതുപോലെ ആ കൊച്ചു പെൺകുട്ടി അവരുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നു. പിന്നെ ഞാൻ ആ പറഞ്ഞ സമയത്ത് അത് തോടാ ലാംഗ്വേജിൽ സംസാരിച്ചു. അതിന് ആ കുഞ്ഞ് ഒരു 3ാം ക്ലാസ്സുകാരിയാണ്. അപ്പം അതിനറിയാവുന്നത് പോലെയൊക്കെ അതെന്ത് ചെയ്തു, നന്നായിട്ട് സംസാരിച്ചു. അപ്പം അതെനിക്കൊരു റിയലൈസേഷൻ ആയിരുന്നു. ഒന്നിനോടും മുൻവിധി ഒന്നും വെച്ചിട്ട് പോകരുത്. മനുഷ്യർ അല്ലെന്നുണ്ടെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തും എന്ന് എനിക്ക് തോന്നിയത് ആ യാത്രയിലൂടെ. അതുപോലെ എനിക്കൊരു അനുഭവം നമ്മളെ കാര്യത്തിലേ നമ്മൾ ഹണിമൂൺ പോയത് ഓർക്കും, കൊടൈക്കനാൽ. അപ്പോൾ കൊടൈക്കനാലും നമ്മൾ എവിടെ പോയാലും സാധാരണ നമ്മളിങ്ങനെ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വിട്ടല്ലാത്ത സ്ഥലങ്ങൾ തിരക്കിയാണ് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പൂമ്പാറ, മന്നവന്നൂർ, കൂക്കൽ എന്ന് പറയുന്ന ഇവിടുത്തെ കാർഷിക ഗ്രാമങ്ങളിൽ പോകാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പൂമ്പാറയിലെത്തി. അവിടുത്തെ അപ്പം പൂമ്പാറയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പച്ചക്കറി ഗ്രാമങ്ങളാണ്, തട്ടായിട്ട് കൃഷി ചെയ്യുന്ന. ഇപ്പം നമ്മളൊരു ചോക്ലേറ്റ് പീസുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് അവിടുത്തെ കൃഷിഭൂമി ദൂരക്കാഴ്ചയിൽ നമ്മൾ കാണുക. അതിൽ ഈ എന്താണ് തവിട്ട് നിറത്തിൻ്റെ തന്നെ പല വകഭേദങ്ങളായിരിക്കും നില ഒരുക്കിയിരിക്കുന്ന തോട്ടങ്ങൾക്ക്, അല്ലെങ്കിൽ കൃഷി ചെയ്തിരിക്കുന്ന തോട്ടങ്ങൾക്ക് പച്ചയുടെ പല നിറങ്ങളല്ലേ, നട്ട് വരുന്ന മുളച്ചു വരുന്ന മല്ലിയിലയുടെ നിറമായിരിക്കില്ല കുറച്ചുകൂടെ പാകപ്പെട്ട, അങ്ങനെ ബഹുവർണ്ണങ്ങളിൽ ഈ തോട്ടം കാണാം. അതിൻ്റെ നടുക്കായിരിക്കും ഈ തീപ്പെട്ടികൾ അടുക്കി വെച്ചതുപോലുള്ള ഇവരുടെ വീടുകൾ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമ്മൾ ഈ പൂമ്പാറ എന്നിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നമ്മുടെ അടുത്തേക്കല്ല, അവർ വീട്ടിലേക്ക്, അവരെ കാണുമ്പോൾ അവർ ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോകുക. അവരുടെ ഈ ഭക്ഷണ സഞ്ചിയും ആയുധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഇവരുടെ കയ്യിൽ ഒരു സഞ്ചിക്കകത്ത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കാണുന്നത്. അതായത് ഈ നമ്മൾ ഈ നമ്മുടെ അടുത്തുണ്ട് ഈ കളർ കോഴിക്കുഞ്ഞുങ്ങൾ. അപ്പം നമ്മളത് എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് ഇതിൻ്റെ കൗതുകം കൊണ്ട് പോയൊന്ന് നോക്കി. അപ്പോൾ നോക്കിയ സമയത്ത് ഇവർ നമ്മളോട് വർത്താനം പറയുന്നു. ജസ്റ്റ് ഒരു മിനിറ്റ് നേരം നമ്മൾ എവിടെ നിന്ന് വന്നു, ഇവരാരൊക്കെയാണ് നമ്മളും ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവർ നമ്മളോട് പറയാം, വാ വീട്ടിൽ പോകാം, ചായ കുടിച്ചിട്ട് പോവാം എന്ന് വിളിക്കുക. അങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ നിമിഷത്തിൽ കണ്ട പരിചയം മാത്രമുള്ള ആളുകളെ രണ്ടുപേര് വീട്ടിലേക്ക് വിളിക്കും. രണ്ടുപേര് വീട്ടിലേക്ക് അങ്ങനെ വിളിക്കാറില്ല, ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഒരു വിളി വന്നാൽ നമ്മൾ ആളുകൾ അങ്ങനെ പോകണമെന്നുമില്ല. എന്തോ അവർ വിളിച്ചു, നമ്മളങ്ങ് പോകാൻ തോന്നി, അവരുടെ കൂടെ പോവാണ്. അപ്പം അവരുടെ വീടുകളെന്നൊക്കെ പറഞ്ഞാൽ വളരെ 2 മുറികൾ മാത്രമുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളാണ് അവിടെ ഉള്ളതല്ല. അപ്പോൾ ഒരു വീടിൻ്റെ വരാന്തയിൽ കൂടി കയറി ഇറങ്ങിയാണ് നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഇവർ നമ്മളെ കൊണ്ടുപോകാം. നമ്മളെന്തോ ഒരു ധൈര്യത്തിൽ ഇവരുടെ കൂടെ അങ്ങ് പോവാം. അങ്ങനെ ചെന്ന് അവരുടെ വീട്ടിലെത്തി. പറഞ്ഞതുപോലെ 2 മുറികളുള്ള, അതിൽ ഒരു മുറി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹാളും അവരുടെ ബെഡ്റൂം എല്ലാം കൂടെ കൂടി ഒരു മുറി, പിന്നെ ഒന്ന് അടുക്കള. ആ വീട്ടിൽ നമ്മളെ വിളിച്ചിരുത്തി അവിടുത്തെ ആ അമ്മൂമ്മ അപ്പം തന്നെ പോയി ഒരു കട്ടൻ ചായ ഉണ്ടാക്കുക. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ആ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് തരാൻ കഴിക്കാൻ ഒന്നുമില്ല. അപ്പോൾ നമ്മളിതൊന്നും വേണ്ട, ചായയും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ പോവാണ്, തിരക്കാണ്, വൈകുന്നേരമായി തിരിച്ച് കൊടൈക്കനാൽ എത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അമ്മൂമ്മ തന്നെ ഈ അപ്പൂപ്പനെ പറഞ്ഞ് വിടുകയാണ് കടയിലേക്ക്. അപ്പോൾ നോക്കിയപ്പോൾ അവരുടെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് വീടിനോട് ചേർന്നൊരു കടയുണ്ട്. അവിടെ പോയി ഒരു ടൈഗർ ബിസ്ക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് ചായ ഉണ്ടാക്കി ഈ ചായയും ബിസ്ക്കറ്റും കൂടി നമ്മളെ കൊണ്ട് കഴിപ്പിച്ചിട്ടാണ് അവർ നമ്മളെ അവിടെ നിന്ന് വിടുന്നത്. അപ്പം ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഷ കൊണ്ട്, നമ്മുടെ ദേശം കൊണ്ട്, ഇതെല്ലാം കൊണ്ടും അപരിചിതരായിട്ടുള്ള 2 തരം മനുഷ്യർ, അവരെ കണ്ടുമുട്ടി അവരെ പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ ഒരു ചെറിയ പുഞ്ചിരി മാത്രം മതി. അപ്പോൾ മനുഷ്യരെങ്ങനെയാണ് മനുഷ്യനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ അതിർത്തികൾക്കും അല്ലേ, എല്ലാത്തരം തടസ്സങ്ങൾക്കും അപ്പുറത്തേക്ക് ആളുകളെ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായ ഒരു അനുഭവമായിരുന്നു ആ അപ്പൂപ്പനും അമ്മൂമ്മയും അവിടെ വെച്ച്. ഓർക്കുന്നു, എന്നിട്ട് അപ്പൂപ്പനെ ജോലിക്ക് പോയ മോനെ ഫോൺ ചെയ്തിട്ട് എടാ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ട് പുള്ളിയും വന്ന് നമ്മളെ കണ്ടിട്ടാണ് നമ്മൾ യാത്ര പറഞ്ഞ് അവിടുന്ന് പോരുന്നത്. ഈ മൂന്നാറിനെ കുറിച്ച്
എപ്പോഴും ആളുകൾ സംസാരിക്കുന്ന, അതായത് ഒത്തിരി സംസാരിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് മൂന്നാർ. അപ്പോൾ മൂന്നാർ ഒരു ടൂറിസ്റ്റ് പ്ലേസിന് അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ മൂന്നാറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മൂന്നാർ ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമാണോ? മൂന്നാർ ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമാണെന്ന് എനിക്ക് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് വെച്ചും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ മൂന്നാർ വരുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടങ്ങളാണല്ലോ. ഈ തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയി അതിൻ്റെ പ്രകൃതി ഭംഗി കാണുന്നു, പ്രകൃതി ഒരുക്കി വെച്ച സൗന്ദര്യം എന്നാണല്ലോ പറയുന്നത്. പക്ഷേ മൂന്നാർ പ്രകൃതി മാത്രമല്ല, പ്രകൃതിയുടെ കൂടെ മനുഷ്യാധ്വാനം കൂടിയാണ്. മനുഷ്യൻ പരുവപ്പെടുത്തിയെടുത്ത ഒരു ഭൂമികയാണ് മൂന്നാർ. അങ്ങനെയാണ് മൂന്നാറിന് ഇന്ന് കാണുന്ന ഒരു സൗന്ദര്യം ഉണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് നമ്മൾ അവസാനം ഇതായി പുസ്തകം എഴുതേണ്ടി വന്നത്. അപ്പോൾ മൂന്നാറിനെ കുറിച്ചിട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നത്. പുസ്തകം എഴുതാൻ വേണ്ടി മൂന്നാർ പോയതല്ല, ശരിക്കും ഇങ്ങനെ സഞ്ചരിച്ച് പോയി മൂന്നാറിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ പഠിച്ചിട്ടാണ് മനസ്സിലായത്. അപ്പോൾ അത് ഈ ബ്രിട്ടീഷ് എറയിലാണ്, അല്ലെങ്കിൽ കൊളോണിയൽ കാലത്താണ് മൂന്നാറിൻ്റെ ഒരു ഈ സമീപകാല ചരിത്രം തുടങ്ങുന്നത്. പക്ഷേ അതിന് മുൻപേ ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ പണ്ട് ഈ സംഘകാല ഹിസ്റ്ററിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ചേര ചോള പാണ്ഡ്യന്മാരുടെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ്ട് 2000 വർഷം മുമ്പാണ്. ഈ 2000 വർഷം മുമ്പ് അന്ന് ചേര രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ കേരളം ബേസ് ചെയ്തിട്ടുള്ളതാണ് അവരുടെ ഒരു പ്രദേശം. പാണ്ഡ്യന്മാരെന്ന് പറഞ്ഞാൽ മധുര, ചോളന്മാരെന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ കേന്ദ്രീകരിച്ച്. അപ്പം ചേര രാജാക്കന്മാരുടെ കേന്ദ്രമായിട്ടുള്ള കേരളത്തിൽ നിന്ന് അവർ വഞ്ചി എന്നുള്ളതാണ് അവരുടെ ക്യാപിറ്റൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ വഞ്ചി നാട്ടിൽ നിന്ന് പാണ്ഡ്യരാജ്യത്തേക്ക്, മധുരയിലേക്ക് ഒരു വഴി ഈ 2000 വർഷം മുമ്പ് സംഘകാല കൃതികളിൽ പറയുന്നുണ്ട്. ആ വഴി പോകുന്നത് നമ്മുടെ ഈ വഞ്ചിയിൽ നിന്ന് തുടങ്ങി എറണാകുളത്തെ കോതമംഗലം, കുട്ടമ്പുഴ, അതുപോലെ മാമലക്കണ്ടം, അവിടെ നിന്ന് മൂന്നാറെത്തി പിന്നീട് പൂടി, നൈക്കന്നൂർ, ആ ഒരു പ്രദേശത്തുകൂടി ഇറങ്ങിയാണ് മധുരയിലേക്ക് പോകുന്നത്. 2000 വർഷം മുമ്പ് തന്നെ മൂന്നാറിൽ കൂടി ഒരു വലിയ വാണിജ്യപാത ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ഒരുപാട് ചരക്ക് നീക്കങ്ങൾ നടന്നിട്ടുള്ള, ആളുകൾ പോയിട്ടുള്ള ഒരു വഴിയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് അതൊരു കാടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് അത് കാടായിരുന്നു. പക്ഷേ അതിനും ഏറെക്കാലം മുമ്പ് അവിടെ ജനങ്ങളുണ്ടായിരുന്നു, ജനങ്ങൾ അതുവഴി സഞ്ചരിച്ചിട്ടുണ്ട്, ധാരാളം കച്ചവടങ്ങൾ ഒക്കെ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ ചിലപ്പതികാരം, ഇളങ്കോവടികൾ എഴുതിയ ചിലപ്പതികാരത്തിൻ്റെ പല കാര്യങ്ങളും അതിലെ പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കുന്ന പല കാര്യങ്ങളും ഈ മൂന്നാർ ഉൾപ്പെടുന്ന, ഇടുക്കി ഉൾപ്പെടുന്ന ഈ പശ്ചിമഘട്ട മലനിരകളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അതിൻ്റെ ഒരു ഹിസ്റ്ററി. പിന്നെ നമ്മൾ മറയൂര്, ഇപ്പോൾ മറയൂരിനെ കുറിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഇവിടെയൊക്കെ ആളുകൾ വന്ന് തുടങ്ങി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ളത് മുതുവാൻ പോലുള്ള ആദിവാസി ഗോത്രങ്ങൾ. പക്ഷേ അതിന് ഒത്തിരി വർഷം മുമ്പ് ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു. അതൊരു ബുദ്ധമതത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമായിരുന്നു. അതിൻ്റെ കാരണം ഈ മറയൂരിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കോവിൽക്കടവ് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ഈ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിൽ ഒന്ന് പാമ്പാർ ഒഴുകുന്നത് ഈ കോവിൽക്കടവിൻ്റെ തീരത്തുകൂടിയാണ്. ആ ഗ്രാമത്തിൻ്റെ കൂടിയാണ് ഒഴുകുന്നത്. അപ്പോൾ ഈ കോവിൽക്കടവിലൊരു തെങ്കാശിനാഥ ക്ഷേത്രമുണ്ട്. ആ തെങ്കാശിനാഥ ക്ഷേത്രം പണ്ട് ഒരു ബുദ്ധക്ഷേത്രമായിരുന്നു. അപ്പോൾ അവിടെ എഴുതി പാലി ലിപിയിലൊക്കെ അവിടെ കൊത്തിവെച്ചിട്ടുള്ള ലിഖിതങ്ങളൊക്കെ ആ പാറയിലുള്ളത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ള, ഹിസ്റ്ററിയുള്ള ഒരു പ്രദേശമാണ് മൂന്നാറും കണ്ണൻദേവൻ മലനിരകളൊക്കെ പറയാനുണ്ട്. മൂന്നാർ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പൊതുവേ ടൂറിസ്റ്റുകൾ, അതായത് ഒത്തിരി തിരക്കില്ലാത്ത സ്ഥലങ്ങൾ ചൂസ് ചെയ്താണല്ലോ പോകാറുള്ളത്. അപ്പോൾ ഇതുവരെ പോയതിൽ ഈ പറഞ്ഞിട്ട് ഒരു ഹിഡൻ ജെം, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് യാത്രികർ ഇഷ്ടപ്പെടുന്നവർ അതൊന്ന് കണ്ടിരിക്കണം എന്ന് തോന്നിയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം പെട്ടെന്ന് ചോദിച്ചാൽ ഏതാ പറയാൻ പറ്റും? അതിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ആദ്യം തോന്നുന്ന ഒരു കാര്യം, നമ്മൾ മൈസൂർ പോയപ്പം 3ാമത്തെ ദിവസം നമ്മളിനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എവിടെ പോകുന്ന ഇങ്ങനെ ആലോചിച്ച് വെറുതെ സെർച്ച് ചെയ്ത് നോക്കി. ഇപ്പം നമ്മളൊരു സ്കൂട്ടറും വാടകയ്ക്ക് എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മേൽക്കോട്ടെ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഒരു അമ്പലത്തിൻ്റെ പടം കണ്ട് നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പോൾ മൈസൂരിൽ നിന്നാണ്ട് 50 കിലോമീറ്റർ ദൂരത്തിലുള്ള മാണ്ഡി എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ് ഈ മേൽക്കോട്ടയുള്ളത്. നമ്മൾ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർണാടകയുടെ കൃഷിഭൂമികളാണ് റോഡിൻ്റെ ഇരുവശത്തും. അങ്ങനെ ഒരു സമതല പ്രദേശമാണ്. നടന്നങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ദൂരം കഴിഞ്ഞ് കഴിയുമ്പം നമ്മളൊരു ഗ്രാമത്തിൽ ചെല്ലുന്നു. അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞിങ്ങോട്ട് പോകുമ്പോൾ ദൂരെ ഈ സമതലങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ കുന്ന് നമ്മൾ കാണുക. ആ കുന്നിൻ്റെ മുകളിൽ ഒരു ചെറിയ ക്ഷേത്രം. ഈ ദൂരക്കാഴ്ചയിൽ തന്നെ നമുക്ക് ഒരു വൈകുന്നേര സമയമായിരുന്നു. അപ്പോൾ ഈ ഒരു ഗോൾഡൻ അവറാണ്. ഈ സൂര്യപ്രകാശം അടിച്ചിട്ട് ഈ അമ്പലം ഇങ്ങനെ തിളങ്ങി നിൽക്കുക. അങ്ങനെ നമ്മൾ അടുക്കും തോറും ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ച ഇങ്ങനെ കുന്നിൻ മുകളിൽ നമുക്കിങ്ങനെ കൂടുതൽ വ്യക്തമായി കിട്ടുക. ഈ ക്ഷേത്രത്തിൻ്റെ താഴ്വാരത്തെത്തി നിൽക്കുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തേക്ക് അങ്ങ് എടുത്തെറിയപ്പെട്ടു. അതായത് ഈ ടൈം ട്രാവൽ എന്നൊക്കെ പറയുന്നത് ശരിക്കും മനസ്സിലാവുന്ന അങ്ങനെയാണ്. നമ്മുടെ ഈ ആധുനിക കാലത്തെ നിർമ്മിതികളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒന്നുമായി ബന്ധമില്ലാത്ത ഒരു 10, 100, 1000 വർഷങ്ങൾക്ക് മുമ്പെങ്കിലുമുള്ള കെട്ടിടങ്ങൾ, ക്ഷേത്രങ്ങൾ, ക്ഷേത്രനഗരം, ഒരു ക്ഷേത്രനഗരം എന്ന് പറയാം. അവിടുത്തെ ക്ഷേത്രക്കുളം, കല്ലിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ, ഇതെല്ലാമാണ്. അതിൻ്റെ മുകളിലാണ് ഈ മേൽക്കോട്ടെ യോഗ നരസിംഹസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മൾ അവിടേക്ക് കയറി പോകുന്നതും ഈ കൽപ്പടവുകളിൽ കൂടിയാണ്. ആ മുകളിൽ കയറി നിന്ന് കാണുമ്പോൾ കാണുന്ന ഈ കർണാടകയുടെ ഗ്രാമങ്ങൾ, താഴത്തെ മറ്റൊരു ക്ഷേത്രം, അവിടുത്തെ ക്ഷേത്രക്കുളം, ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയതുപോലെയാണ്. അത് നമ്മളെ
ജീവിച്ചിരിക്കുന്ന ലോകത്തേക്കാൾ ഏറെ പഴക്കമുള്ള, നമ്മൾ ഈ ചിത്രകഥകളിലും ഒക്കെ കണ്ടറിഞ്ഞിട്ടുള്ള പുരാതനമായിട്ടുള്ളൊരു നാട്ടിലേക്ക്, ആ ഒരു സമയത്തേക്ക് ചെന്ന പോലെയാണ് മേൽക്കോട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കുറേ നാളായിട്ട് ചോദിക്കണമെന്ന് കരുതി വെച്ചിരുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണേ. കാരണം ഇപ്പം ഈ സോളോ യാത്രകളാണല്ലോ മൂന്നാർ വണ്ടിയിലേക്കൊക്കെ എത്തിച്ചത്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, അമലിന് തന്നെ എങ്ങും പോകണത് ഇഷ്ടമല്ലേ സരിത, എപ്പോൾ പോയാലും രണ്ടുപേരും ഒന്നിച്ചാണോ പോകുന്നതെന്ന്. അപ്പം സോളോ ട്രാവലൊക്കെ ചെയ്ത് അല്ലെങ്കിൽ സോളോ ട്രിപ്പിനൊക്കെ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്ന ആളുടെ കൂടെ പെട്ടെന്ന് ഞാനും കൂടി വന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാൻ? സത്യം പറയണം കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ ഒരാളുള്ളപ്പോൾ പലപ്പോഴും നമ്മൾ അവരുടെയും നമ്മളുടെയും താല്പര്യങ്ങൾ രണ്ടാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ രണ്ടുപേരും നമ്മൾ പരസ്പരം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ എന്താ പറയുന്നത്, ഒരു മുൻവിധികളോടുകൂടി ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയാലും അങ്ങനെ ആവത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. ആ നാട്ടിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് എന്താണോ സൗകര്യം, അവിടെ എന്താണോ സംവിധാനം, അതിനോട് ഇഴുകി ചേർന്ന് ജീവിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുക എന്നുള്ളതല്ലാണ്ട് ഒരിക്കലും നമുക്കൊരു നല്ല യാത്രികനാകാൻ പറ്റില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്നും രാവിലെ പുട്ടും കടലക്കറിയും കഴിക്കണം എന്ന് നമ്മൾ വീട്ടിൽ അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെന്ന് ഏതെങ്കിലും സ്ഥലത്ത് ചെന്നിട്ട് ഇത് തന്നെ കഴിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഇപ്പം സരിതയുടെ കാര്യത്തിൽ നമ്മളിപ്പം വാഷ്റൂമിൻ്റെ കാര്യം, നമ്മൾ ആദ്യമൊക്കെ പോകുമ്പോൾ നമുക്ക് വൃത്തി ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിലോ കർണാടകയിലോ ചെല്ലുമ്പോൾ എല്ലായിടത്തും നമുക്ക് അങ്ങനൊന്നും സാധിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ രണ്ടുപേരും ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മനുഷ്യൻ്റെ അഭിരുചികൾ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ യാത്രയിൽ ക്ലാഷ് ഇല്ലാതിരിക്കും. ഇപ്പം എനിക്ക് തെക്കോട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ കൂടെ ഉള്ള ആൾക്ക് വടക്കോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതത്ര സ്മൂത്തായിട്ട് പോവില്ല. ടേസ്റ്റ് ഒന്നായതിൻ്റെ ഒരു സന്തോഷം. ഇപ്പം ഞാൻ ഒറ്റയ്ക്കൊരു കാഴ്ച കാണുന്നതിലും അയ്യോ അത് കണ്ടോ അത് നോക്ക് എന്ന് പറഞ്ഞ് അത് നമ്മളെപ്പോലെ തന്നെ നമ്മളെന്ന് തോന്നിക്കുന്ന അതേ സെയിം വൈബുള്ള ഒരാൾ അത് പങ്കുവയ്ക്കാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ രസമാണ്. ഞാൻ ഓക്കെയാണ്, ഓക്കെയാണെന്നാണ് മനസ്സിലാക്കുക. ഇനി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് എത്ര ഫണ്ട് റേസ് ചെയ്ത് വെച്ചിട്ടാണ് ഒരു യാത്രയ്ക്ക് ഇറങ്ങുക, അല്ലെന്നുണ്ടെങ്കിൽ എത്ര സമയം എത്ര പ്ലാനിങ് ഇടാറുണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒത്തിരി പ്ലാനിങ് നല്ലതാണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം, എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് നേരത്തെ മനസ്സിലാക്കി വെക്കണം. പക്ഷേ എപ്പോഴും പ്ലാൻ പോലെ നടക്കണം എന്നില്ല. പ്ലാനിനനുസരിച്ച് പാനിക്കാവാതെ നമ്മൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്താട്ടോ നമ്മളും അങ്ങനെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അത് കുറച്ചുകൂടി നമുക്കൊരു മനസ്സമാധാനം തരാം. ഇങ്ങനെയാണ് നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളത്. പിന്നെ ഒത്തിരി പൈസക്കാരായിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയും നമ്മൾ എവിടെയെങ്കിലും പോകണം എന്ന് കരുതി മാറ്റി വെക്കുന്ന കുഞ്ഞു കുഞ്ഞു രൂപകൾ ചേർത്ത് കൃത്യമായിട്ട് പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി ചിലവ് ചുരുക്കേണ്ടിടത്ത് ചുരുക്കി അങ്ങനെയാണ് പോകുന്നത്. പ്ലാനിങ്ങിന് ആ കാര്യത്തിൽ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ചിലവ് കുറഞ്ഞെന്നാൽ നല്ല രീതിയിൽ താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. ഈ ഊട്ടിയിൽ പോയ സമയത്ത് നമ്മൾ റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിക്കും. 750 രൂപയ്ക്ക് അത്രയും നല്ല ലക്ഷറി ഒരു റൂം ഈ ഊട്ടി പോലൊരു സ്ഥലത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നമ്മളുടെ പ്ലാൻ ചെയ്ത് പോയത് കൊണ്ട് പറ്റിയതാണ്, അപ്പോൾ കിട്ടിയതാണ് സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പോവാന്ന് വിചാരിച്ചാൽ അങ്ങ് പോവുക. സമയം, സാഹചര്യം, പൈസ ഇതൊക്കെ നമ്മളുടെ എഫേർട്ട് ഇട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചതേ ഊട്ടി ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ട് ഒരു ഇഡ്ഡലിക്ക് 1 രൂപ. സർക്കാരാണ് അവിടെ അങ്ങനെ ഒരു സംരംഭം നടത്തുന്നത്, തമിഴ്നാട് സർക്കാർ. അപ്പോൾ നമ്മൾ രാവിലെ 5 ഇഡ്ഡലി കഴിക്കണമെങ്കിൽ 5 രൂപ. നമ്മൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് 10 രൂപയായുള്ളൂ. അപ്പം ഈ യാത്രകൾ അങ്ങനെ നമ്മൾ ഒരുപാട് പണം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പണക്കാരായതിനു ശേഷം ഒന്നും ജീവിതത്തിൽ ഒരിക്കലും പോയി ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ പറ്റുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കാലം മുന്നോട്ട് പോയി. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ കൃത്യമായി ആസൂത്രണം ചെയ്യുക, കുറഞ്ഞ ചെലവിൽ പോകാൻ വേണ്ടിയിട്ടുള്ള താമസ സൗകര്യങ്ങൾ, വാഹന സൗകര്യങ്ങൾ ഇതെല്ലാം നോക്കുക. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ വരുമാനം അതിൽ നിന്ന് തന്നെ ഒരു ചെറിയ തുക നീക്കി വെച്ചാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇടുക്കി എന്ന് പറഞ്ഞാൽ ജീവനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണോ ഈ പേരിൻ്റെ കൂടെ ഇൻസ്റ്റഗ്രാം പേജിൽ അമൽ ബി ഇടുക്കിക്കാരൻ എന്ന് ചേർത്തേക്കുന്നത്? ആ സ്വന്തം സ്ഥലം അല്ലെങ്കിൽ ജനിച്ച ആ സ്ഥലത്തോട് ഹൈ റേഞ്ചിനോടുള്ള അത്ര ഇഷ്ടം കൊണ്ട് തന്നെയാണോ അങ്ങനെ ചേർത്തിരിക്കുന്നത്? അത്രയും ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊതുവിൽ ഇടുക്കി എന്ന് പറയുമ്പോഴേ ഒരു നഗര മനുഷ്യർക്കൊക്കെ ചെറിയൊരു പരിഹാസവും, ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കോളേജിലൊക്കെ ഈ ഇടുക്കി വിട്ട് പുറത്തോട്ട് വരുമ്പം ആദ്യം ചോദിക്കുന്ന വള്ളി തൂങ്ങിയാണ് ഇങ്ങോട്ട് എത്തുന്നത്. അപ്പം അങ്ങനല്ല. ഒരു നാട് നമ്മൾ പുറത്തു നിന്നുള്ള ആളുകളെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന സ്ഥലമാണ്. ആളുകൾ ഇടപഴകുമ്പോൾ നമുക്ക് ഒരുപാട് മര്യാദ നമ്മുടെ അപ്പുറത്തേക്കുന്ന മനുഷ്യനോട് കാണിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അവിടുത്തെ കാഴ്ചകൾ, നമ്മൾ ഇപ്പോൾ ഇടുക്കി എത്ര അപരിഷ്കൃതമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് ആളുകൾ പറഞ്ഞാലും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്നൊരു ചായ കുടിക്കണം, നിങ്ങൾക്ക് ഇത്തിരി തണുപ്പ് കൊള്ളണം, നിങ്ങൾക്ക് ഇത്തിരി കോടമഞ്ഞ് കാണണം എന്നൊക്കെ തോന്നിയാൽ ആദ്യം വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു സ്ഥലം ഇടുക്കിയാണ്, അവിടുത്തെ സ്ഥലങ്ങളാണ്. അപ്പം അങ്ങനെ ആ നാട്ടിലെ നമ്മൾ പുറമേ പറയുന്നതിനേക്കാളും ഒരുപാട് നല്ല വശങ്ങൾ
സ്ഥലങ്ങളുള്ള നമുക്കിഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ ആ പേര് അതിനോടുള്ള ഒരു ആ നാടിനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പേരിൻ്റെ ഒപ്പം അങ്ങനെ അങ്ങ് ചേർത്തത്.